അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. എല്ലാ കാര്യങ്ങളൊന്നുമില്ല, ചില ക്ലിപ്പിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമായിട്ടോ എനിക്ക് റൂമിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കുക്കിംഗ് ആയാലും വാഷിംഗ് ആയാലും ക്ലീനിങ് ആയാലും എന്ത് കാര്യം ചെയ്യണമെങ്കിലും മോൻ ഉറങ്ങണം കേട്ടോ. മോൻ എണീച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഞാൻ അവൻ്റെ കൂടെ തന്നെ വേണം. അപ്പോൾ ഒന്നും വേണ്ട, അവൻ്റെ കൂടെ ഇരുന്നാൽ മതി കേട്ടോ. ഞാനൊന്ന് തെന്നി മാറുമ്പോഴേക്കാവും പിന്നെ കരച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് മാറ്റി ക്ലീൻ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു, ഒന്നും കെയർ ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓണത്തിന് നമ്മൾ കുറച്ച് ഗസ്റ്റുകളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നത് കാരണം തന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ എല്ലാം. പണ്ടൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷമായിരുന്നു കേട്ടോ. എനിക്ക് സെറ്റ് സാരി എടുക്കണം, ഫോട്ടോ എടുക്കണം, പിന്നെ സദ്യ, ഇതൊക്കെ ഫസ്റ്റ് മൈൻഡിലേക്ക് ഓടി വരിക. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, ഫാമിലിനൊക്കെ വിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്നൊന്നറിയില്ല, വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ. സാധാരണ ഒരു ദിവസം അത്രേ തോന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ മക്കളുടെ ഓണം എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വിയോമിൻ്റെ ഫസ്റ്റത്തെ ഓണവും കൂടിയാണ്, ആ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഈ ഓണത്തിനുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതാ എൻ്റെ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് മക്കൾ നല്ല കളിയാട്ടാ. അപ്പോൾ അവരെ സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് അടുത്തേക്ക് പോയി നോക്കിയതാണേ. അപ്പോൾ വിയോമിനെ ഓവി ചേച്ചിനെ മതി കേട്ടാ, ആരില്ലെങ്കിലും ചേച്ചീനപ്പുറം കളിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടിയിട്ട്, ചിരിച്ചോണ്ടിരിക്കും കേട്ടോ, എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കും. അപ്പോൾ അതാ ഞാൻ എൻ്റെ ക്ലീനിങ് വീണ്ടും ഞാൻ തുടങ്ങി. മക്കളടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആയി പോകട്ടാ. അപ്പോൾ അവിടെ ഞാൻ തിരിച്ചു വന്നതാണേ. പിന്നെ അപ്പോൾ ഓവിമോളെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം അവിടത്തേക്ക് ഓടി വരും. അമ്മ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടാ. ഞാൻ പിന്നെ നോ പറയാറില്ല, ചെയ്തോട്ടെ എന്ന് അങ്ങ് വിചാരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രം കഴുകാൻ എടുക്കുമ്പോഴേക്കും മോൻ എണീച്ചു. അപ്പോൾ അവൻ വേഗം എണീക്കും, കള്ള ഉറക്കാണ് കേട്ടോ, വേഗം എണീക്കുക. ഉറക്കി കിടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് അതൊക്കെ നോക്കുവാണ്. അപ്പൊ മോനേതാ തൊട്ടിലിനെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ, കണ്ടില്ലേ, തൊട്ടിലാടുന്ന ഊഞ്ഞാലാടുന്ന കണ്ടില്ലേ. അപ്പൊ മോന് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, ഫുഡൊക്കെ കൊടുത്തു, അവനെ ഹാപ്പി ആക്കി. പിന്നെ ഇത് നമ്മളുടെ മാത്രം ഒരു പ്രത്യേക സമയമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ മോളെ കുറേ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഓർത്തോർത്ത് പറയുന്ന ഒരു സമയമാട്ടോ ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ മോനെ ബെഡിൽ ഇരുത്തിയിട്ട് എനിക്ക് എങ്ങോട്ടും മാറാൻ പറ്റൂല. പെട്ടെന്നായിരിക്കും അവൻ താഴേക്ക് എത്തുക കേട്ടോ. അതുകൊണ്ട് ഒരു തുണി വിരിച്ചിട്ട് താഴെ തന്നെ ഇരുത്തല അവന്. അപ്പോൾ എൻ്റെ ഫുഡൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഒരു സിമ്പിൾ പരിപ്പ് കറിയാക്കി. അപ്പോൾ നമുക്ക് നൈറ്റിലേക്ക് ചോറ് നമ്മൾ അധികം കഴിക്കാറില്ല, പക്ഷേങ്കിൽ ഇന്ന് ഉച്ചക്ക് നമ്മൾ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കറി മാത്രമേ ആക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇബേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ മോനെ എടുക്കും, അതാണ് സ്ഥിരം പരിപാടി. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു പോയി വരുമ്പോൾ കൊണ്ടുവന്ന ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഈ ഫ്രൂട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷെ ഇത് ഭയങ്കര കട്ടിയായിരുന്നു, ഇങ്ങനെ തുറക്കാനൊക്കെ. ഈ ഒരു രീതിയിലാട്ടോ ഈ ഫ്രൂട്ട് കഴിച്ചത്. നമ്മൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരുന്നു ഫ്രൂട്ടിന്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.